ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പെസേ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതായത് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിച്ചിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഡേറ്റ് ജൂലൈ 1 തീയതി മുതൽ 11 തീയതി വരെ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ എസ്എ എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം അത് 15 തീയതി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് 20 ഓപ്ഷനാണ് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് 20 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആൻഡ് ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ആൻഡ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമ്മൾ അടുത്ത പുതിയ ഓപ്ഷൻസ് നൽകാൻ നേരത്ത് നമ്മുടെ മുമ്പുണ്ടായ ഓപ്ഷൻസൊക്കെ ഡിലീറ്റായി പോകുന്നതാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ഈ എക്സാം ഇംപ്രൂവ്മെൻറ്റ് എക്സാം അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ മാർക്കൊക്കെ നിങ്ങൾക്ക് ഈ ടൈമിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതും ആണ്. അങ്ങനത്തെ ഒരു ഓപ്ഷനും എഡിറ്റിംഗ് ഓപ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ 15 തീയതി വരെ വെയിറ്റ് ചെയ്തതും നിങ്ങൾ നേരത്തെ തന്നെ അത് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ സൈറ്റിൻ്റെയൊക്കെ ജാമൊക്കെ വരും. സോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ടായിരിക്കും. സോ അത് നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതാണ് നല്ലത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അതിൽ പ്രോസ്പെക്ടസ് ഉണ്ട്. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ട അതുപോലെ സ്പോർട്സ് കോട്ട തുടങ്ങിയവരും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇപ്പം ഏതൊക്കെ കോളേജ് ഏതൊക്കെ കോഴ്സാണ് ഓഫർ ചെയ്യുന്നത് തുടങ്ങിയത് നിങ്ങൾക്ക് ആ സൈറ്റിൽ അറിയാൻ പറ്റും. സോ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്. സോ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾ സൈറ്റിൽ നോക്കാൻ നേരത്ത് കോളേജസ് എന്ന് കാണിക്കും. സോ അതൊന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് എയ്ഡഡ് ആണോ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ സെൽഫ് ഫിനാൻസിങ് ചെയ്യരുതും. ലാസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ എയ്ഡഡ് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.